ഹേ സിനിഫൽസ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് കുറച്ച് സിനിമ അപ്ഡേറ്റ് ഉണ്ട്. ആദ്യത്തെ അപ്ഡേറ്റ് നമ്മുടെ L366 പറ്റിയാണ്. നമ്മുടെ ലാലേട്ടൻ അങ്ങനെ ഈ വർഷം തുടക്കം മുതലേ അങ്ങനെ തൂക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയ മൊത്തം തുറന്നിരിക്കുക ലാലേട്ടൻ തരംഗം മാത്രം തന്നെയാണുള്ളത്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മീശ തന്നെയാണ് ആ ചർച്ചയായിരിക്കുന്നത്. സിനിമയുടെ ഈ കാണുന്ന പോസ്റ്ററാണ് വന്നിരിക്കുന്നത്. എന്തായാലും ഇത്ര പെട്ടെന്ന് ഫസ്റ്റ് ലുക്ക് വരും നമ്മുടെ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ മോഹൻലാലിൻ്റെ ക്യാരക്ടർ നമ്മുടെ ലവ് ലെജൻഡ് എന്നാണ്. ഓൾറെഡി ലീക്കായപ്പെട്ടുകൊണ്ട് തന്നെ അവർ പെട്ടെന്ന് തന്നെ ഇറക്കിയതാവാം. അപ്പോൾ ലവ് ലെജൻഡ് അങ്ങനെ എത്തുകയാണ്. അപ്പോൾ മറ്റ് ഷൂട്ടിംഗ് അപ്ഡേറ്റ്സിനൊക്കെ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. കൈദി 2ൻ്റെ ചെറിയൊരു അപ്ഡേറ്റ് ഉണ്ട്. അതായത് നമ്മുടെ ലോകേഷ് പറഞ്ഞ അനുസരിച്ച് കൈദി 2ൻ്റെ സ്ക്രിപ്റ്റിൽ ഉള്ളത് നമ്മുടെ കാർത്തിയുടെ മോളായിട്ട് അഭിനയിക്കുന്ന വെച്ച് വളരെ ചെറുതായിട്ടാണ് ആ ക്യാരക്ടർ അതിലുള്ളത്. പക്ഷേ ഇപ്പോൾ ആ മോള് ഭയങ്കര വലുതായതുകൊണ്ട് എന്തായാലും സ്ക്രിപ്റ്റ് എന്തായാലും ഇനി റീറൈറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിൻ്റേതായ അർത്ഥം ഇനിയും കൈദി 2 എന്തായാലും ഉറപ്പായിട്ട് വൈകുമെന്ന് തന്നെയാണ്. ഇനി 2 ബ്രഹ്മാണ്ഡ ചിത്രങ്ങളുടെ റിലീസ് ഡേറ്റ് അങ്ങനെ വന്നിട്ടുണ്ട്. ഒന്നാമത് നമ്മുടെ പ്രഭാസ് നായകനാകുന്ന ഫൗസി എന്ന സിനിമ ഈ വരുന്ന 2026 ഒക്ടോബർ 15 റിലീസ് ചെയ്യാൻ പോണത്. അതുപോലെ തന്നെ നമ്മുടെ SS രാജമൗലിയുടെ പടമായ വാരണാസി ചിത്രം അങ്ങനെ അടുത്ത വർഷം 2027 ഏപ്രിൽ മാസം 7 റിലീസ് ചെയ്യുന്നത്. ഇന്ദ്രൻസ് നായകനാവുന്ന ആശാൻ എന്ന ഈ ചെറിയ ചിത്രത്തിൻ്റെ റിലീസ് ഡേറ്റ് അങ്ങനെ വന്നിരിക്കുകയാണ്. അടുത്ത മാസം ഫെബ്രുവരി 5 സിനിമ റിലീസ് ചെയ്യുന്നത്. നമ്മുടെ ദുരന്തർ അങ്ങനെ ഇന്നേ ദിവസം വെള്ളിയാഴ്ച അങ്ങനെ റിലീസ് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ നെറ്റ്ഫ്ലിക്സിൽ കൂടെ ദുരന്തർ 3 മണിക്കൂർ 25 മിനിറ്റ് ഉണ്ട് സിനിമ. ധനുഷിൻ്റെ D55 എന്ന ചിത്രത്തിൻ്റെ മ്യൂസിക് ചെയ്യുന്നത് നമ്മുടെ സായി അഭിയങ്കറാണ്. കൽക്കി 2 എന്ന ചിത്രത്തിൽ നിന്ന് നമ്മുടെ ദീപികേനെ മാറ്റിയായിരുന്ന ന്യൂസ് എല്ലാവരും അറിഞ്ഞു കാണും. നമ്മുടെ സായി പല്ലവിയാണ് ആ റോളിലേക്ക് വരുന്നതെന്നും ഇപ്പോൾ ചെറിയ റൂമേഴ്സ് കേൾക്കുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്താ രേഖപ്പെടുത്തുക. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മുടെ ആലിയ ഭട്ട് ആയിരിക്കും ഇത്തിരി കൂടെ സൂട്ടായിരിക്കുന്നത്. ഖാലിദ് റഹ്മാൻ മമ്മൂട്ടി ചിത്രം പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മുടെ ക്യൂബ്സ് എൻ്റർടൈൻമെൻ്റ് ആയിരുന്നല്ലോ. അവർ മാറി കാര്യം നമ്മുടെ ചാനലിലൂടെ ഓൾറെഡി അറിയിച്ചായിരുന്നു. അപ്പോൾ പുതിയൊരു പ്രൊഡക്ഷൻ ടീം വന്നിട്ടുണ്ട്. അതായത് പ്ലാൻ ബി മോഷൻ പിക്ചേഴ്സ്, അതായത് നമ്മുടെ ആലപ്പുഴ ജിംഖാനയുടെ പ്രൊഡക്ഷൻ ടീമാണ്. അപ്പോൾ എന്തായാലും ചെറിയ റൂമേഴ്സ് അവരാണ് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കേൾക്കുന്നുണ്ട്. നമ്മുടെ അല്ലു അർജുൻ അഡ്ലി പടത്തിലെ നായികയായി നമ്മുടെ ശ്രദ്ധ കപൂർ ആണ് കാസ്റ്റ് ചെയ്തിരിക്കുന്നതും ചെറിയ റൂമേഴ്സ് കേൾക്കുന്നുണ്ട്. എന്തായാലും ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റിനുണ്ട്, നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ ഡെലുലു അങ്ങനെ വന്നിട്ടുണ്ട്. അതായത് സർവമായ എന്ന ചിത്രം ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ ഇന്നേ ദിവസം അങ്ങനെ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. ആട് 3യുടെ ഡബ്ബിംഗ് വർക്ക്സൊക്കെ അങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ സിനിമ എന്തായാലും ഉടൻ തന്നെ നമ്മുടെ തിയേറ്ററിൽ എത്തുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് ഇത്രയുള്ള സിനിമ വാർത്തകൾ. അപ്പോൾ ഇതുപോലെ OTT വാർത്തകളും സിനിമ വാർത്തകളൊക്കെ അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ സപ്പോർട്ട് ചെയ്യുക.